കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയാണ്. കരാർ മെയ് 2ാം വാരത്തോടെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നടപ്പിലാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വലിയ വളർച്ച പ്രതീക്ഷിക്കാമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടീഷ് വിപണിയിൽ ഇനി നികുതി ഒഴിവാക്കും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ അവസരമാണ് ഒരുക്കുന്നത്. കരാർ നിലവിൽ വരുന്നതോടെ UKയിൽ നിന്നുള്ള വിസ്കിയും കാറുകളും ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവ കുറയ്ക്കും. ഇതോടെ വിദേശ കാറുകൾക്കും മദ്യത്തിനും ഇന്ത്യൻ വിപണിയിൽ വില കുറയുവാൻ സാധ്യതയുണ്ട്. ഒമാനുമായിട്ടുള്ള വ്യാപാര കരാർ ജൂൺ 1-നും ന്യൂസിലാൻഡുമായുള്ള കരാർ ഏപ്രിൽ 27-നും ഒപ്പുവെക്കുമെന്നും രാജേഷ് അഗർവാൾ വ്യക്തമാക്കി. ന്യൂസിലാൻഡുമായുള്ള കരാറിലൂടെ അടുത്ത 15 വർഷത്തിനുള്ളിൽ $2000 കോടി നിക്ഷേപമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ ഈ വർഷം അവസാനത്തോടെ ഒപ്പുവെക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കരാറുകളെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.